ഏപ്രിൽ 7 നമ്മൾ വേൾഡ് ഹെൽത്ത് ഡേ ആചരിക്കുകയാണ്. ആരോഗ്യമായിട്ട് സംബന്ധിച്ച് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പല ദിവസങ്ങളും ആചരിക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഈ വേൾഡ് ഹെൽത്ത് ഡേ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പൊതുവെ ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ആചരണ വേളയിൽ ആലോചിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി, നമ്മൾ ഈ ഒരു ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് ഒന്ന് നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ആ ലൈഫ് സ്റ്റൈൽ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മിക്കവാറും അസുഖങ്ങൾ വരാതെ നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പോൾ പ്രിവെൻഷൻ ആണ് ഇമ്പോർട്ടൻറ്റ്. ആ പ്രിവെൻഷന് വേണ്ടി ലൈഫ് സ്റ്റൈൽ മാനേജ് ചെയ്യാൻ നമുക്ക് കഴിയണം. അപ്പോൾ അതിനായിട്ടുള്ള അവബോധം നമുക്ക് കിട്ടേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ പ്രിവെൻഷൻ, ലൈഫ് സ്റ്റൈൽ മാനേജ്മെൻറ്റ് ആൻഡ് ക്രിയേഷൻ ഓഫ് അവെയർനെസ്. അതുപോലെ തന്നെ ഈ പ്രിവെൻറ്റീവ് ചെക്കപ്സ്, ഒരു പീരിയോഡിക് പ്രിവെൻറ്റീവ് ചെക്കപ്സ് ആവശ്യമാണ്. വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ എങ്ങനെയാണെന്ന് വെച്ചാലും ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് തന്നെ ചെയ്യാവുന്ന ഒരു വലിയ കാര്യമാണ്. അതിന് ഏതെങ്കിലും ആശുപത്രിയെ സമീപിച്ചാൽ ഒരു പ്രിവെൻറ്റീവ് ചെക്കപ്പ് അവർ ചെയ്തു തരും. അതിന് മുടക്കുന്ന തുക നമുക്ക് റിട്ടേൺസ് ആയിട്ട് നമ്മുടെ ആരോഗ്യത്തിലൂടെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് ഡേയിൽ നമ്മൾ കൂടുതലും പ്രിവെൻഷനെക്കുറിച്ച് സംസാരിക്കാനും പ്രിവെൻഷനെക്കുറിച്ച് അറിയാനും ആ അവബോധം ബാക്കിയുള്ളവരിൽ ഉണ്ടാക്കാനും ശ്രമിച്ചാൽ അത് വളരെ നന്നായിരിക്കും. പിന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ഏറ്റവും വലിയ ഇന്നത്തെ ഒരു പ്രശ്നമായി നമ്മൾ കാണുന്നത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്. ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒന്ന് നമ്മുടെ ഭക്ഷണക്രമം, രണ്ടാമത് നമ്മുടെ വ്യായാമക്രമം, ഇത് രണ്ടും ആവശ്യമാണ്. അപ്പോൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാമെങ്കിൽ നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിച്ചെടുക്കാം. ഈ വിധത്തിലെ ആയിരിക്കട്ടെ നമ്മുടെ തോട്ട്സ് പോകുന്നതും, അതുപോലെ നമ്മുടെ ആക്ഷൻസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യകരമായ വർഷം ആശംസിച്ചുകൊണ്ട് ഈ വേൾഡ് ഹെൽത്ത് ഡേ നമുക്ക് നന്നായിട്ട് ആചരിക്കാം. നന്ദി, നമസ്കാരം.